അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്. നിരവധി പുണ്യങ്ങൾ ലഭിക്കുന്ന ഈ സമയത്തിൻ്റെ പവിത്രത നാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കാൻ കാരണമാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ളവരെ, സാധാരണ ഒരു വെള്ളിയാഴ്ച രാവിൽ നാം ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൽ, അതായത് റജബിൻ്റെ ഒന്നാമത്തെ ഈ വെള്ളിയാഴ്ച രാവിൽ ചെയ്താൽ നമുക്ക് ലഭിക്കും. നഷ്ടപ്പെടുത്തരുത്. സാധാരണ നാം ഒരു ചെറിയ സുന്നത്ത് ചെയ്യണം. ആ സുന്നത്തിന് റജബിൽ ചെയ്യുമ്പോൾ അതിന് ഇരട്ടിയുടെ പ്രതിഫലം ലഭിക്കാൻ കാരണവും. ഉദാഹരണം, ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലം കൊണ്ട് ചെരുപ്പ് ധരിക്കുന്നു. ചെരുപ്പ് അഴിച്ചു വെക്കുന്ന സമയത്ത് ഇടതുകാൽ ആദ്യം അഴിക്കുന്നു, പിന്നീട് നമ്മൾ വലതുകാൽ അഴിക്കുന്നു. ഇങ്ങനെ സാധാരണ ദിവസം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം റജബിൽ നമുക്ക് ലഭിക്കും. ഇപ്പം അസറിന് ശേഷം വെള്ളിയാഴ്ച അസറിന് ശേഷം നാം സാധാരണ നഖം വെട്ടാറുണ്ട്. ആ നഖം വെട്ടുമ്പോൾ അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വെട്ടിയാൽ സാധാരണ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ വെട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം ഈ ദിവസം നമുക്ക് ലഭിക്കാൻ കാരണമാവും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നതെന്ന് കരുതി ചെയ്യുമ്പോൾ തന്നെ ധാരാളം പ്രതിഫലം ലഭിക്കുന്നു. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്താണ്, അല്ലേ? വെള്ളം ഇരുന്ന് കുടിക്കൽ സുന്നത്താണ്. ഇറക്കി നിർത്തി കുടിക്കൽ നമുക്കതിൻ്റെ സുന്നത്ത് ലഭിക്കും. അങ്ങനെ കുടിച്ച ശേഷം നമ്മൾ അൽഹംദുലില്ലാ പറയുമ്പോൾ അതിന് പ്രത്യേകമായ കൂലി ലഭിക്കുകയാണ്. കുടിക്കുന്നതിന് സമയത്ത് ബിസ്മി ചൊല്ലി കുടിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രതിഫലം ചെറിയൊരു കർമ്മത്തിന് തന്നെ നമുക്ക് അല്ലാഹു തആല വാരിക്കോരി തരികയാണ്. അപ്പോൾ ഈ ഓഫറുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ കൂടുതൽ നന്മകൾ സ്വായത്തമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചില സമയത്ത് ചില കടകളിലൊക്കെ ചില ഓഫറുകൾ ഇടും. ഓഫർ ഇടുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് പോയി കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ സാധനങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നതുപോലെ കുറഞ്ഞ പൈസ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടും എന്നതുകൊണ്ടാണല്ലോ അവർ ആ ഓഫറിന്റെ പിന്നാലെ പോകുന്നത്. അത് ഇതുപോലെ പരിശുദ്ധമായ ഈ മാസങ്ങളിൽ ചില ഓഫർ അല്ലാഹു ഇട്ടിരിക്കുകയാണ്. എന്തിനാ ഈ ഓഫർ ഇടുന്നത്? ഈ ഓഫർ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് കൂടുതൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ബിസിനസ്സിൽ, ഇടപാടുകളിൽ എല്ലാം അല്ലാഹു വലിയ ബറക്കത്തിന് നമുക്ക് കാരണമാക്കി തരട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നാം തയ്യാറാവുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടൊക്കെ നാം തയ്യാറാവുകയാണ്. അള്ളാഹു ബഹുമാനിച്ച ഒരു മാസത്തെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കാൻ കാരണമാവും. അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച വസ്തുവിനെ നാം നിന്ദിച്ചാൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകളോ ഈ മാസത്തിൽ വന്നാൽ അത് വലിയ ബറക്കത്ത് നഷ്ടപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും കാരണമാകും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം വരുമ്പോൾ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് എപ്പോഴും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു ഈ പരിശുദ്ധമായ മാസത്തിലെ നമുക്ക് ധാരാളം ഇതിൻ്റെ ബറക്കത്തും ഇതിൻ്റെ ധാരാളം നന്മകളും നമുക്ക് ലഭിക്കണമെന്ന് നാം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും റമളാൻ എന്ന് പറയുന്ന ഏറ്റവും പുണ്യങ്ങളുടെ പൂക്കാലമായ ആ റമളാനിൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആഫിയത്ത് കിട്ടണം, ആരോഗ്യം കിട്ടണം, ദീർഘായുസ് കിട്ടണം എന്ന് നാം പ്രാർത്ഥിക്കണം. നമുക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ നല്ല സ്ഥലങ്ങളിലും നല്ല സമയങ്ങളിലും നല്ല സാഹചര്യങ്ങളിലും നമുക്ക് ജീവിക്കുക എന്നുള്ളതും അതും നമുക്ക് കൂടുതൽ തൗഫീക്കിനും നന്മയ്ക്കും കാരണമാണ്. അപ്പോൾ നമുക്കൊരു പരിശുദ്ധമായ റജബ് മാസം വന്നു. ആ റജബിൽ നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും ആരാധനകൾ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. ഒരാൾക്ക് പവിത്രധന്യമായ ഒരു നല്ല സമയം വന്നിട്ട്, ഒരു നല്ല ദിവസം വന്നിട്ട്, ഒരു നേരം വന്നിട്ട് അവൻ നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും ദുഷിച്ചവനായിട്ടാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഇനി ഒരു നന്മ ഒരാൾക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു സമയത്ത് ഒരു നന്മ ചെയ്യാൻ പറ്റിയാൽ അവൻ മഹാഭാഗ്യവാനും ഏറ്റവും നല്ലവനായിട്ടാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ദീർഘായുസ് തന്നിട്ട്, ആരോഗ്യം തന്നിട്ട്, ആഫിയത്ത് തന്നിട്ട് സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയണം. ഇപ്പൊ പലർക്കും നന്മ ചെയ്യാൻ കഴിയാറില്ല. ഇന്ന് ഒരു സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്, അല്ലേ?
ഇന്ന് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കേണ്ട ദിവസമാണ്, റജബിലെ 1-ാമത്തെ ദിവസമാണ്. ഈ നോമ്പിനൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട്. റജബിൽ മാസത്തെ നോമ്പെടുക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ റബ്ബ് നിറവേറ്റി കൊടുക്കുമെന്നാണല്ലോ. കഅബ ഷരീഫിന്റെ സമീപത്ത് മാലാഖമാരെല്ലാവരും ഒരുമിച്ച് കൂടും. അള്ളാഹു ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ റജബിൽ നോമ്പെടുത്തവർക്ക് നീ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമെന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സുന്നത്തായ നോമ്പെടുക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് ആ ഭാഗ്യം കിട്ടി. ആ നന്മ എടുക്കാൻ, ആ ഭാഗ്യം, ആ നല്ല ഒരു സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നു. അത് വലിയൊരു തൗഫീക്കാണ്, വലിയൊരു ഭാഗ്യമാണ്. നല്ല സമയത്ത് ജീവിക്കുക, നല്ലവരോടുകൂടെ ജീവിക്കുക, നല്ലവരോടുകൂടെ കൂട്ടുകൂടുക, നല്ലവരുമായി ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ നമുക്കൊരു തൗഫീക്കിന്റെയും നന്മയുടെയും അടയാളങ്ങളാണ്. അള്ളാഹു നമ്മളെ നല്ലവരിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ, നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ജീവിത രീതിയിൽ, ശൈലിയിലൊക്കെ കൂടുതൽ നന്മകൾ ചെയ്യാനും സുഹൃത്തുക്കൾ ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിക്ക് ദീർഘായുസ് ലഭിച്ചു. ആ സത്യവിശ്വാസിക്ക് ദീർഘായുസ് ലഭിക്കുന്നത് ഖൈറാണ്. എന്തുകൊണ്ടാണ് ഖൈറാന്ന് പറയാൻ കാരണം? അവൻ ആ ദീർഘായുസ് ലഭിക്കുമ്പം ആ സമയം കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്യും, നന്മകൾ ചെയ്യും. അതേ സമയത്ത് ഒരു ഈമാനില്ലാത്ത ഒരുത്തന് കുറച്ച് ആയസ് കിട്ടിയാൽ ആ ആയസ് കൊണ്ട് അവൻ എന്തെങ്കിലും ആ സമയത്ത് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്ത് അവനവൻ്റെ ജീവിതത്തെ തന്നെ കൂടുതൽ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും കൊണ്ടുപോകും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ പവിത്രധന്യമായ, വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ മഹത്തായ ഒരു രാവിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഈ രാവ്, വെള്ളിയാഴ്ച രാവിൽ കൂടുതൽ ദിക്റുകൾ ചെല്ലണം, സലാത്തുകൾ ചെല്ലണം, ഖുർആൻ ഓതണം, നന്മകൾ ധാരാളം ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എത്രയോ ആളുകൾ വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരവരുടെ വിഷമവും പ്രയാസമൊക്കെ പറഞ്ഞ് പലപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഈ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട്. അങ്ങനെ അള്ളാഹുവെ നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞു വന്ന മുഴുവൻ ആളുകൾക്കും നീ സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ഞങ്ങൾക്കും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ ഷർറുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ലാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വളരെ മഹത്വമുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മളും ദുആ ചെയ്യാറുണ്ട്. ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും യതീമായ മക്കളെല്ലാം ഒരുമിച്ചിരുത്തി നാം പലപ്പോഴും ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മജ്‌ലിസ് ദിവസവും കാണുന്നവർ എല്ലാ ദിവസവും രാവിലെ അസ്മാഉൽ ബദർ കാണുക എന്നുള്ളത് ചെറിയ ഭാഗ്യമാണോ? അസ്മാഉൽ ഹുസ്ന ചെല്ലുക എന്നുള്ള ചെറിയ ഭാഗ്യമാണോ? അൽഹംദുലില്ലാ, ഇന്നലെ റജബിന്റെ 1-ാമത്തെ രാവായിരുന്നു. അൽഹംദുലില്ലാ, മഗ്‌രിബിന് മുമ്പ് തന്നെ തസ്ബീഹ് ചൊല്ലി അല്ലേ, അതുപോലെ മഗ്‌രിബിന് ശേഷം നമ്മൾ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി. ഈ റജബിന്റെ 1-ാമത്തെ രാവിൽ ചെല്ലേണ്ട എല്ലാ ദിക്റും ദുആ നാം ചെയ്തു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ രാത്രിയിൽ 8:30 നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ദിക്റും ദുആ എല്ലാം ചെയ്തു. അൽഹംദുലില്ലാ, റജബിന്റെ 1-ാമത്തെ ദിവസം തന്നെ പലരും നോമ്പുകാരായിട്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയത്. നോമ്പെടുത്തുകൊണ്ട് അവർ രാവിലെ സുബ്ഹി മുതൽ തഹജ്ജുദ് മുതൽ നിസ്കാരവും ദിക്റും സലാത്തും ഖുർആനൊക്കെ ഓതിയ ശേഷം അസ്മാഉൽ ബദർ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി അല്ലാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ നല്ലൊരു ദിവസം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തന്നാൽ അൽഹംദുലില്ലാ, അത് നമുക്ക് ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാണ്, ബറക്കത്തിന് കാരണമാണ്, നമുക്ക് വിജയിക്കാൻ അത് കാരണമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല സമയങ്ങളിൽ കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചെറിയ ഓഫറൊക്കെ തരുന്നത് എന്തിനാറിയോ? നമ്മുടെ മുൻഗാമികളായ മഹാന്മാരും സാലിഹീങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പുള്ള അവർ കുറേ വർഷങ്ങൾ ജീവിച്ചിരുന്നവരാണ്. അവർക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്യാൻ അവസരം കിട്ടി. പക്ഷെ നമുക്ക് ആയുസ് വളരെ കുറവാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ നന്മകൾ നേടാനും ആ നന്മകൾ വാരിക്കൂട്ടാനും നമുക്ക് കഴിയണമെങ്കിൽ ഇതുപോലുള്ള ഓഫറുകൾ തരും. ആ ഓഫറുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ധാരാളം ദിക്റും സലാത്തൊക്കെ ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മാത്രമല്ല ഈ വെള്ളിയാഴ്ച രാവിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രതിഫലം കിട്ടും. അതുകൊണ്ട് സലാത്തുകളൊക്കെ കൂടുതൽ ചൊല്ലി, കൂടുതൽ ദിക്റുകൾ ചൊല്ലി, കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്ത് ഈ ദിവസം കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് കുറ്റങ്ങളിലേക്കും തെറ്റുകളിലേക്കും ഈ സമയം പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ആ റജബിന്റെ ഈ അള്ളാഹുവിന്റെ മാസമായ റജബിനെ പരിഗണിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ ധാരാളം അനുഗ്രഹങ്ങളും ബറക്കത്തും ലഭിക്കും. അതുപോലെ പരിശുദ്ധമായ ശഅബാൻ അതെന്റെ മാസമാണെന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. നമ്മുടെ സമുദായത്തിന്റെ
മാസമായ പരിശുദ്ധമായ റമദാൻ വരുന്നു. അതിന് മുന്നോടിയായിട്ട് നാം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി തയ്യാറാവുകയാണ്. അള്ളാഹു കൂടുതൽ സുഹൃതങ്ങളെ കൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഈ സലാത്തുകൾ ചെല്ലണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മഗ്‌രിബിന് ശേഷവും അത് സാധാരണ ചെല്ലുന്നത് പോലെ ദിക്റുകളും സലാത്തുകളൊക്കെ ഒന്നിച്ചൊരുമിച്ച് നമുക്ക് ചെല്ലണം. അള്ളാഹു ഈ ദിവസത്തിന്റെ ഈ മഹത്വവും കൂടുതൽ ഉൾക്കൊണ്ട് ജീവിക്കാനും കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാനും ആ നന്മകൾ പരസ്പരം കൈമാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് കൂടുതൽ തെറ്റുകൾ സാധാരണ പ്രചരിക്കാറുള്ളത്. സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഇന്നലെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ ഇടുന്നു. അത് നാം ഇടുമ്പോൾ നമുക്ക് തെറ്റുകാരാകുന്നു, മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ ഒരു പ്രേരണ കൂടിയാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹൈർ തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഷർറുകളും ഇടങ്ങേറുകളും മുസീബത്തുകളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നിരവധി നീറുന്ന നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കുറച്ച് സലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചെല്ലുന്ന സലാത്ത് അങ്ങകലെ മദീനയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. സ്ഥിരമായി സലാത്ത് ചൊല്ലി റസൂലുള്ളാഹിലേക്ക് സലാത്ത് സലാം ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് നമ്മളെ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാനും സ്വപ്നത്തിൽ ദർശിക്കാനും അങ്ങനെ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ മുഖം കണ്ട് മരിക്കാനും ഖബറിൽ വെക്കുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് കൂടുതൽ സലാത്തുകൾ ചെല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകിട്ട് നമുക്ക് ബുർദയിൽ ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മുറാദി എന്ന ബൈത്തിൽ ദുആ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറാദ് മനസ്സിൽ കരുതണം. അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരട്ടെ. ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പെടുമരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുറാദിയാ മുറാദിയാ മുറാദി മുറാദി അശ്റഫുൽ ഖൽഖി മുറാദി ببابك واقف عبد ضعيف إلي يديك امدد يا عفيف متى تحظى برؤيتكم لعيني مرامي وجهكم يا نور عيني مرادي يا مرادي يا مرادي مرادي أشرف الخلق مرادي وعبد القادر المشهور اسمي وجدي صاحب العين الكماني مرادي يا مرادي يا مرادي مرادي أشرف الخلق مرادي
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, സലാമുകൾ, മദ്ഹുകൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ധാരാളം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തന്ന അനുഗ്രഹങ്ങളൊക്കെ നീ ബറക്കത്തോടെ നിലനിർത്തി തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് ഉണരാനുള്ള ഭാഗ്യം തന്നു. അൽഹംദുലില്ലാഹ്, കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാനും ഞങ്ങളുടെ ബദ്രിയത്തിലും അസ്മാഉൽ ഹുസ്നയിലും പങ്കെടുക്കാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്, രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു നീ ഔദാര്യമായി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ചെവിക്ക് കേൾവി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ധരിക്കാൻ വസ്ത്രങ്ങൾ ഇഷ്ടാനുസരണം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല മാതാപിതാക്കൾ നൽകി. അൽഹംദുലില്ലാഹ്, നല്ല ഭാര്യ ഭർത്താക്കന്മാര്, സഹോദര സഹോദരിമാര്, കൂട്ടുകാര്, ബന്ധുക്കൾ, അയൽവാസികൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാം നീ ഖൈറാക്കി ബറക്കത്താക്കി നിലനിർത്തി തരണേ അല്ലാഹ്. ധാരാളം മുറാദുകളുണ്ട്. നീറുന്ന നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഈ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യണേന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന മജ്ലിസുകളിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷർറുകൾ നീ മാറ്റണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലാഹിറും ബാത്തിനുമായ സർവ്വ രോഗങ്ങളും ഷർറുകളും ഞങ്ങളിൽ നിന്ന് മാറ്റി തരണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ, ജോലികളിൽ, കൃഷികളിൽ, ജീവിത വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബിസിനസ്സുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാല് തരണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും സുഹൃതങ്ങളും കിട്ടിയവരിൽ, ലഭിക്കുന്നവരിൽ, ലഭിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ സുഹൃതങ്ങൾ ചെയ്യുമ്പോ, നന്മകൾ ചെയ്യുമ്പോ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോ റബ്ബേ ധാരാളം പ്രതിഫലം ലഭിക്കാൻ കാരണമാകുമല്ലോ. ഓരോ ദിവസവും ചെറുതായിട്ടെങ്കിലും കുറച്ച് ദാനധർമ്മങ്ങളും നന്മകളും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കമന്റ് ബോക്സിലൂടെയും ഞങ്ങളുടെ മെസ്സേജിലൂടെയൊക്കെ ധാരാളം ആളുകൾ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബെ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാഹ്. ഹലാല് തരണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ ഞങ്ങളുടെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് റബ്ബെ വിവാഹപ്രായം എത്തിയവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബെ, വിറ്റുപോകാനുള്ളത് നല്ല വിലയ്ക്ക് കച്ചവടമാക്കണേ അല്ലാഹ്. ഖൈറായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാഹ്. പരീക്ഷകളിലും ടെസ്റ്റുകളിലൊക്കെ നീ നല്ല വിജയം നൽകണേ അല്ലാഹ്. റഹ്മാനെ, അതുപോലെ ധാരാളം കടമുള്ളവരുണ്ട്. കടങ്ങൾ വീടാനുള്ള ഹൈറായ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകിയതിലും നൽകുന്നതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റബ്ബെ, ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബെ, ഞങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും, ഭർത്താക്കന്മാര്, ഭാര്യമാര്, സഹോദരങ്ങൾ, സഹോദരിമാര് പലരും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ നീ സ്വർഗമാക്കി അവരെയും ഞങ്ങളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എന്ത് ഉദ്ദേശമാണെങ്കിലും നീ പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. സർവ്വ ശർറുകളും ഞങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വലാത്തു സലാമുകൾ ചൊല്ലി സഈദാവാൻ വിധി തേടി, സുബർഗത്തിൽ ഇടം തേടി, ബിമദദി യാ റസൂലല്ലാഹ്, ബിഹഖി യാ ഹബീബല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങളും നമ്മുടെ എല്ലാ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ദിവസവും മജ്ലിസ് ഉണ്ട്.
പറ്റുന്നവരൊക്കെ എല്ലാ ദിവസവും പങ്കെടുക്കുക. ഇനി ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം പങ്കെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പങ്കെടുക്കണം. അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഷർറുകൾ, സിഹറുകൾ, ഇടങ്ങേറുകൾ, മുസീബത്തുകളെല്ലാം മാറ്റി എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. നിരവധി ആളുകൾ നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.